അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22,36,00,000 രൂപ ചെലവിൽ നവീകരണം നടത്തിയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് 2:30 ഓൺലൈനായാണ് ഉദ്ഘാടനം. തലശ്ശേരി ഉൾപ്പെടെ സംസ്ഥാനത്തെ നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതോടൊപ്പം നാടിന് സമർപ്പിക്കുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ വികസനം മലയോരങ്ങളിൽ നിന്നടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും. പ്രതിദിനം ശരാശരി 28,000-ലധികം യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ സ്റ്റേഷൻ വഴി ദിവസേന 68 മുതൽ 70 വരെ ട്രെയിനുകളാണ് നിലവിൽ കടന്നുപോകുന്നത്. തലശ്ശേരിയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ തനിമ നിലനിർത്തിക്കൊണ്ടാണ് സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത്. മലബാർ പാചകരീതി, തെയ്യം കലാസൃഷ്ടികൾ, തലശ്ശേരി കോട്ട, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് തുടങ്ങിയ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയായ ഈ സ്റ്റേഷന്റെ മുഖച്ഛായ മലബാറിന്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന ഡിസൈനൊപ്പം യാത്രക്കാർക്ക് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്ന തരത്തിലാണ് മാറ്റിയെടുത്തത്. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി പൈതൃക നഗരമാണ്, നമുക്കൊക്കെ അറിയാം. തലശ്ശേരിയുടെ പഴയകാല പ്രൗഢി വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നിരവധിയായ സൗകര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും തലശ്ശേരിക്കാർക്ക് ഒരു കാര്യം തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ, ഈ അമൃത് ഭാരത് പദ്ധതിയിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ വളരെയധികം നടത്തിയിട്ട് വളരെ നന്നായി റെയിൽവേ സ്റ്റേഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ സമുച്ചയങ്ങൾ, ഒരുപാട് കെട്ടിടങ്ങൾ, ലിഫ്റ്റുകൾ, സൗകര്യങ്ങൾ ഒക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. സ്റ്റേഷന്റെ പ്രധാന കവാടങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ വരാനും പോകാനുമുള്ള പ്രത്യേക ഡ്രൈവേകളോടുകൂടിയാണ് പ്രവേശന കവാടം നിർമ്മിച്ചത്. എയർ കണ്ടീഷൻഡ് വെയിറ്റിംഗ് ഹാൾ, ഓപ്പൺ വെയിറ്റിംഗ് ലോഞ്ച്, ആധുനിക ബുക്കിംഗ് ഓഫീസുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൽ 2 പുതിയ ലിഫ്റ്റുകൾ സ്ഥാപിച്ചതിനൊപ്പം 17 പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, LED ലൈറ്റുകൾ, ഡിജിറ്റൽ കോച്ച് ഗൈഡൻസ് സിസ്റ്റം, ഇലക്ട്രോണിക് ട്രെയിൻ ഇൻഡിക്കേഷൻ ബോർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ ടാക്ടൈൽ വോക്ക്വേകൾ, ഹാൻഡ് റെയിലുകളോടുകൂടിയ റാമ്പുകൾ, ഉയരം കുറഞ്ഞ ബുക്കിംഗ് കൗണ്ടറുകൾ, പ്രത്യേക ശുചിമുറികൾ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇത്ര ഡെവലപ്പ് അല്ലായിരുന്നു. അതായത് ഇവിടെ ഇത്ര ഫെസിലിറ്റി ഒന്നും ഉണ്ടായില്ല, ക്ലീൻ ഒന്നും അല്ലായിരുന്നു. ഇപ്പം നല്ല അടിപൊളി ഡെവലപ്പായി, നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. മുമ്പ് ഇത്ര ഇതില്ലായിരുന്നു, ഇത്ര സൗകര്യങ്ങളില്ല. ഇപ്പം എല്ലാം നല്ല സൗകര്യമല്ലേ. വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ നാട് ഇത്ര പുരോഗമിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർക്കൊന്നും കണ്ടാൽ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ ആധുനികവൽക്കരിക്കപ്പെടുന്ന 35 സ്റ്റേഷനുകളിൽ ഒന്നാണ് തലശ്ശേരിയിലേത്. അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നിവയാണ് നവീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മറ്റ് സ്റ്റേഷനുകൾ. തലശ്ശേരിയിലെ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.